ഇന്ന് നമുക്ക് 6 ഫോംസ് ആൻഡ് 3 ഫോംസ് എന്ന സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് കൂടെ പരിചയപ്പെടാം. തേർഡ് പ്രോബ്ലം, ഇന്റഗ്രൽ എക്സ് പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ. എക്സ് പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ. ഇത് പി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമാണ്. ഇവിടെ നമ്മൾ ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു ആ ഫോമിൽ തന്നെയാണ് ചെയ്യുന്നത്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്നും സെപ്പറേറ്റ് പറയുന്നില്ല, ആ ഫോമിൽ തന്നെ ചെയ്യുകയാണ്. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ, 3യുടെ 0 മൈനസ് 4xൻ്റെ മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ മൈനസ് 2x പ്ലസ് ബി. ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1, ഇവിടെ മൈനസ് 2 ഇൻറ്റു എ കോമൺ ആണ്, മൈനസ് 2a. Therefore a is equal to 1 by minus 2. Equating the constant term, 3 is equal to minus 4a. ഇവിടെ നെഗറ്റീവ് 4 ആണ് കോൺസ്റ്റൻറ്റ്, ഇൻറ്റു എ പ്ലസ് ബി. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 is equal to minus 4 into 1 by minus 2 plus b. This is equal to 3 into 4 2 കട്ടാകുമ്പോൾ 2 എന്ന് വരും, 2 plus b. 3 minus 2 is equal to b and b is equal to 1. എയുടെയും ബിയുടെയും വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 by minus 2 ഇൻറ്റു മൈനസ് 4 മൈനസ് 2x പ്ലസ് ബി ഈസ് 1. ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഇൻ്റഗ്രലിനെ 2 ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാം. എല്ലാ പ്രോബ്ലവും ഒരേ മെത്തേഡാണ്, ഫോർമുല മാത്രമേ മാറുന്നുള്ളൂ. Therefore ഇന്റഗ്രൽ എക്സ് പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഈസ്, എക്സ് പ്ലസ് 3യുടെ സ്ഥാനത്ത് മൈനസ് 1/2 ഇൻറ്റു മൈനസ് 4x മൈനസ് 2x മൈനസ് 4 മൈനസ് 2x പ്ലസ് 1 എന്ന് വരും. എക്സ് പ്ലസ് 3യുടെ പ്ലേസിൽ മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് 4 മൈനസ് 2x പ്ലസ് 1 എന്ന് വരും, ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. 2 ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ ഇൻ്റഗ്രൽ വരുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടേം മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് 4 മൈനസ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ. രണ്ടാമത്തെ ടേമിൽ വരുന്നത് 1 ഇൻറ്റു റൂട്ട് ഓഫ് 3x മൈനസ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ പറയാം. ഈ എക്സ്പ്രഷനെ 2ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് എക്സ്പ്രഷൻ ദേ മൈനസ് 1/2 ഇൻറ്റു മൈനസ് 4 മൈനസ് 2xും രണ്ടാമത്തെ എക്സ്പ്രഷൻ പ്ലസ് 1ഉമാണ്. അത് വെച്ച് ഈ റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇൻ്റഗ്രൽ മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് 4 മൈനസ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് 1/2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. മൈനസ് 4 മൈനസ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ. വലിയ എക്സ്പ്രഷനാണ്. ചെറിയ സ്ക്രീനിൽ കൊള്ളിക്കുമ്പോൾ ഉള്ളാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാവുന്നതാണ്. പല പ്രാവശ്യം റീപ്ലേ ചെയ്ത് കാണുക. ഓക്കെ, ഇൻ്റഗ്രൽ -4 - 2x into dx.
അതൊന്നിച്ചെടുക്കാം. റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഞാൻ ആദ്യം എഴുതി. റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഞാൻ ആദ്യം എഴുതി. ബാക്കിയുള്ളത് -4 മൈനസ് 2x dx. ഓക്കെ, -4 മൈനസ് 2x റൂട്ട് ഓഫ് 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു dx. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് u du എന്ന് വരും. Now integral of root u is integral u raised to 1/2 എന്ന് എടുക്കുക. റൂട്ട് യുവിൻ്റെ ഇൻ്റഗ്രൽ കിട്ടാൻ u raised to 1/2 എന്ന് എടുക്കുക. ദിസ് ഈസ് ഈക്വൽ ടു u raised to 1/2 പ്ലസ് 1/1/2 പ്ലസ് 1. ഏത് ഫോർമുലയാണെന്ന് മനസ്സിലായല്ലോ. ഇൻ്റഗ്രൽ x raised to n is x raised to n plus 1 by n plus 1. This is equal to u raised to 3/2 by 3/2 plus c. u raised to 3/2 by 3/2 plus c. 3/2ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു u raised to 3/2 plus c എന്ന് വരും. യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 ഇൻറ്റു 3 മൈനസ് 4x മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 പ്ലസ് c. ഫസ്റ്റ് ഇൻ്റഗ്രൽ നമുക്ക് c1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്കിനി I2 കണ്ടുപിടിക്കാം. I2 എപ്പോഴും മെത്തേഡ് ഓഫ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആണ്. I1 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. I2 is integral root of 3 minus 4x minus x square. 3 minus 4x minus x square is equal to x സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് +1 ആയിരിക്കണം. അതുകൊണ്ട് എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റായ -1 പുറത്തെടുക്കുമ്പോൾ മൈനസ് എക്സ് സ്ക്വയറിൽ നിന്ന് മൈനസ് എടുത്താൽ പ്ലസ് എക്സ് സ്ക്വയർ, -4xൽ നിന്ന് പ്ലസ് എക്സ് മൈനസ് എടുത്താൽ +4x, +3 നിന്ന് മൈനസ് എടുത്താൽ -3. എക്സ് സ്ക്വയർ പ്ലസ് 4x -3. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 4, അതിൻ്റെ പകുതി 2, അതിൻ്റെ സ്ക്വയർ 4 പ്ലസ് 4 -4 -3. എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് +1 ആക്കിയ ശേഷം എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ആദ്യത്തെ 3 ടേംസ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. -4 -3 ഈസ് -7. മൈനസ് അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 7 മൈനസ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. നെഗറ്റീവ് വെളിയിലിട്ട് റൂട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നെഗറ്റീവ് അകത്തോട്ട് ഇൻറ്റു ചെയ്യുന്നു. Therefore, I2 is equal to integral root of 7. 7 is actually root 7 the whole square minus x plus 2 the whole square. This is of the form integral root of a square minus x square dx. And the answer is x/2 root of a square minus x square plus a square by 2 sin inverse x/a plus c. ഈ 3 ഫോംസിൻ്റെ ഫോർമുല നിങ്ങൾ ശ്രദ്ധിക്കുക. x/2 എന്ന് എഴുതിയ ശേഷം ആ ചോദ്യം അതുപോലെ എഴുതുക. a²/2 ശേഷം നമ്മൾ 6 ഫോംസിൽ പഠിച്ച 1/√of a² മൈനസ് എക്സ് സ്ക്വയർ, അതിൻ്റെ ഫോർമുലയാണ് സൈൻ ഇൻവേഴ്സ് x/a. ആ ഫോമിലാണ് 3 ഫോംസിൻ്റെ ഫോർമുല വരുന്നത്. മറന്നു പോകാതിരിക്കാനുള്ള എളുപ്പവഴി പറഞ്ഞതാണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 2 റൂട്ട് ഓഫ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് a² a 7 മൈനസ് x plus 2 the whole square plus a square 7 by 2 sin inverse x plus 2 by root 7 x/a plus c2. ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എക്സ് ആയിട്ട് എടുത്ത ടേമിൻ്റെ കോയഫിഷ്യൻ്റ് 1 ആയതുകൊണ്ട് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. Now this is equal to x plus 2 by 2 into root of 7 minus x plus 2 the whole square is actually 3 minus 4x minus x square plus
7/2 sin inverse x plus 2 by root 7 plus c2. Okay. Now integral root of x plus 3 into root of 3 minus 4x minus x square is minus half I1 plus I2 എന്നാണ് കിട്ടിയത്. This is equal to minus half into I1 ന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് 2/3 into 3 minus 4x minus x square the whole raised to 3/2 plus c1 എന്നാണ്. c1 എഴുതേണ്ട ആവശ്യമില്ല, സൂക്ഷിച്ച് എഴുതുക. എടുത്തെഴുതുമ്പോൾ പ്ലസ് I2 is x plus 2/2 root of 3 minus 4x minus x square plus 7/2 sin inverse x plus 2 by a. a is root 7 plus c. Last problem, integral x square divided by x square plus 7x plus 10. Integral x square divided by x square plus 7x plus 10. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്ററിൻ്റെ പവർ ഡിനോമിനേറ്ററിൻ്റെ പവറിനേക്കാൾ കുറഞ്ഞിരിക്കുമ്പോഴാണ് പ്രോപ്പർ ഫ്രാക്ഷൻ ആകുന്നത്. ന്യൂമറേറ്ററിൻ്റെ പവർ ഡിനോമിനേറ്ററിൻ്റെ പവറിന് സെയിം ആവുകയോ കൂടുതലാവുകയോ ചെയ്താൽ അത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയ ശേഷം വേണം സിക്സ് ഫോംസ് അല്ലെങ്കിൽ 3 ഫോംസ് അപ്ലൈ ചെയ്യാൻ. നൗ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. എക്സ് സ്ക്വയറിനെ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ 1 ഫസ്റ്റ് ടേം ആണ് ഡിവിഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സിൻ്റെ ടേം ഇല്ലാത്തത് കൊണ്ട് സൗകര്യാർത്ഥം 0x പ്ലസ് 0 കോൺസ്റ്റൻ്റ് ഇല്ലാത്തത് കൊണ്ട് 0 എന്ന് എഴുതാം. ഫസ്റ്റ് ടേംസ് തമ്മിലാണ് ഡിവിഷൻ ചെയ്യുന്നത്. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ 1. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ 1 ഇൻറ്റു എക്സ് സ്ക്വയർ 1 ഇൻറ്റു 7x 1 ഇൻറ്റു 10 കറസ്പോണ്ടിങ് ടേംസിൻ്റെ അടിയിൽ എഴുതുക. 1 ഇൻറ്റു എക്സ് സ്ക്വയർ 1 ഇൻറ്റു 7x 1 ഇൻറ്റു 10 എക്സ് സ്ക്വയർ ഇന്ന് എക്സ് സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുന്നു 0. 0x മൈനസ് 7x മൈനസ് 7x 0 മൈനസ് 10 10. ഈ ഡിവിഷൻ താഴ്ന്ന ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ എഴുതുന്നത് എങ്ങനെയാണ്? Therefore, x square divided by x square plus 7x plus 10 is equal to, the quotient is 1 plus remainder divided by divisor. Okay, x square by x square plus 7x plus 10 is 1 plus minus 7x minus 10 divided by x square plus 7x plus 10. Therefore, integral x square by x square plus 7x plus 10 is equal to integral of, now x square by x square plus 7x plus 10 is 1 plus minus 7x minus 10 divided by x square plus 7x plus 10. And integral of 1 is x plus integral of minus 7x minus 10 divided by x square plus 7x plus 10 dx. തന്നിരിക്കുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരുന്നു. അതിനെ ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയപ്പോൾ ഒരു കോൺസ്റ്റന്റ് പ്ലസ് മൈനസ് 7x മൈനസ് 10 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് വന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ 1 ഇൻ്റഗ്രൽ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് മൈനസ് 7x മൈനസ് 10 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് കിട്ടി. ഇത് നമ്മുടെ px പ്ലസ് ക്യൂ ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത ശേഷം നമുക്ക് ഈ ഇൻ്റഗ്രലിനെ സെപ്പറേറ്റ് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
numerator is equal to a into derivative of denominator plus b. Minus 7x minus 10 is equal to a into x square derivative 2x, 7x into 7 plus b. അതിനുശേഷം എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്, പഠിച്ചതാണ്. മൈനസ് 7 ഈസ് ഈക്വൽ ടു 2a, a ഈസ് ഈക്വൽ ടു മൈനസ് 7/2. കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് മൈനസ് 10, റൈറ്റ് സൈഡിൽ 7 ഇൻറ്റു എ പ്ലസ് ബി. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നാലാമത്തെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മൈനസ് 10 ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു എയുടെ വാല്യൂ മൈനസ് 7/2 പ്ലസ് ബി. മൈനസ് 10 ഈസ് ഈക്വൽ ടു മൈനസ് 49/2 പ്ലസ് ബി. മൈനസ് 10 പ്ലസ് 49/2 ഈസ് ഈക്വൽ ടു ബി, ആൻഡ് ബി ഈസ് ഈക്വൽ ടു 29/2. ഇനി നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മൈനസ് 7x മൈനസ് 10 ഇസ് ഈക്വൽ ടു മൈനസ് 7/2 ഇൻറ്റു 2x പ്ലസ് 7 പ്ലസ് 29/2 എന്ന് വരും. നൗ ഇൻ്റഗ്രൽ മൈനസ് 7x മൈനസ് 10 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 ഈക്വൽ ടു minus 7/2 into 2x plus 7 plus 29/2 divided by x square plus 7x plus 10 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു രണ്ട് ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ടേം മൈനസ് 7/2 ഇൻറ്റു 2x പ്ലസ് 7 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. ദറ്റ് ഈസ് മൈനസ് 7/2 is a constant. 2x plus 7 divided by x square plus 7x plus 10 plus second term integral of 29/2 divided by x square plus 7x plus 10, 29/2 into integral dx by x square plus 7x plus 10. That is equal to minus 7/2 I1 plus 29/2 I2. I1 is always substitution. I2 എന്ന് പറയുന്നത് method of completing the square. ആദ്യം നമുക്ക് I1 ചെയ്യാം. I1 substitution ആണ്. ഡിനോമിനേറ്ററിന് u എന്ന് കൊടുക്കുക. x square plus 7x plus 10 is equal to u. 2x plus 7 is equal to du by dx. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും. 2x plus 7 dx is equal to du. Therefore, I1 is equal to integral 2x plus 7 dx is du by u. And integral of 1 by u is log modulus u plus c is equal to log modulus x square plus 7x plus 10 plus c1. I1 substitution ആയിരുന്നു. log modulus x square plus 7x plus 10 plus c1 കിട്ടി. I2 method of completing the square. I2 is integral 1 by x square plus 7x plus 10. x square plus 7x plus 10 is equal to x squareൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയിരിക്കണം. ഇവിടെ 1 തന്നെയാണ്. x square plus 7x plus square of half the coefficient of x. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 7, അതിൻ്റെ പകുതി 7/2 സ്ക്വയർ 49/4 മൈനസ് 49/4 പ്ലസ് 10 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 7/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 49/4 പ്ലസ് 10 ചെയ്യുമ്പോൾ മൈനസ് 9/4 എന്ന് കിട്ടും. Therefore, I2 is equal to integral dx by x plus 7/2 the whole square minus 9/4, that is 3/2 the whole square. ഇത് 1 by
ഇൻ്റഗ്രൽ ഓഫ് 1/x² - a² ഫോമാണ്. Now, integral of 1/x² - a² is 1/2a log modulus x minus a by x plus a. Therefore, this is equal to 1/2a. a is 3/2 log modulus x. x in the സ്ഥാനത്ത് x plus 7/2 minus a minus 3/2 divided by x plus a. Sorry, x plus a. x in the സ്ഥാനത്ത് x plus 7/2 ആണ് plus c2. This is equal to 2 2 കട്ടാവും 1/3 log modulus x plus 7/2 minus 3/2. കോമൺ ഡിനോമിനേറ്റർ ആണ് 7 minus 3 4/2 2 divided by x plus 7/2 plus 3/2 7 plus 3 10/2 5 plus c2. ഓക്കെ, ഇപ്പോൾ ഇൻ്റഗ്രൽ -7x - 10 ഡിവൈഡഡ് ബൈ x² + 7x + 10 എന്ന് പറയുന്നത് -7/2 I1 പ്ലസ് 29/2 I2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു -7/2 log modulus x² plus 7x plus 10 plus c1 ഇപ്പോൾ എഴുതണ്ട plus 29/2 into 1/3 log modulus x plus 2 plus x plus 5 plus c2. c1 c2 കൂടെ ചേർത്ത് ഒറ്റ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c എഴുതാം. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ x² plus 7x plus 10 is equal to x plus integral of -7x - 10 divided by x² plus 7x plus 10 എന്നുള്ളതാണ്. ദിസ് ഈസ് ഈക്വൽ ടു x plus ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് -7/2 log modulus x² plus 7x plus 10 plus 29/2 into 1/3 29/6 log modulus x plus 2 plus x plus 5 plus c എന്ന് വരും. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരുന്നു. ഡിവൈഡ് ചെയ്ത മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയ ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ.